വിദേശകാര്യ വിദഗ്ധൻ ശ്രീ മോഹൻ വർഗീസ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ നമുക്ക് മുമ്പ് സംസാരിച്ച രണ്ട് പ്രമുഖ വ്യക്തികളും മറ്റു ചില കാര്യങ്ങൾ കൂടി സംശയിക്കുന്നുണ്ട്. ഈ ബാഡ് വെതറിനപ്പുറം, അതായത് ഇറാന്റെ ഉപരോധവുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളുണ്ട്. അവരുടെ ചോപ്പറുകളൊക്കെ അത്ര കാലാനുസൃതമായി പരിഷ്കരണം ഉണ്ടായതല്ല. മറ്റൊന്ന്, എന്തുകൊണ്ട് ഈ ബാഡ് വെതർ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടും എങ്ങനെ പ്രസിഡന്റിനെ പോലെ ഒരാളെ ആ പ്രദേശത്ത് കൂടി സഞ്ചരിക്കാൻ അനുവദിച്ചു? അപ്പോൾ ഇന്റലിജൻസിന്റെ പിഴവില്ലേ? അത്തരം കാര്യങ്ങളൊക്കെ സംശയിക്കത്തക്ക വിധത്തിലേക്ക് ഈ വിഷയം മാറുന്നുണ്ടോ? സ്വാഭാവികമായി അവിടെ ഉണ്ടായിരുന്ന മോശപ്പെട്ട കാലാവസ്ഥ തീർച്ചയായും അപകടത്തിന് മുഖ്യ കാരണമായി ഇപ്പോൾ കരുതാവുന്നതാണ്. എന്നിരുന്നാലും എന്തുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കളായ രണ്ടുപേരെ, പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയെയും വിദേശകാര്യമന്ത്രിയെയും ഒരുമിച്ച് 3 ഹെലികോപ്റ്ററുകൾ ഉണ്ടായിരുന്ന ആ ഒരു കോൺവോയിൽ ഒരേ ഹെലികോപ്റ്ററിൽ തന്നെ ഈ രണ്ടുപേരെ എങ്ങനെയാണ് കയറ്റി അയക്കാൻ സാധിക്കുക? അതിനകത്ത് പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്, ഈ ഹെലികോപ്റ്ററുകൾ ഇപ്പൊ ഇറാന് എണ്ണത്തിന്റെ കാര്യത്തിൽ ഒരുപക്ഷെ ഇസ്രായേലിനേക്കാൾ മുൻതൂക്കം പല രംഗത്തും ഉണ്ടാവും, സൈന്യത്തിന്റെ എണ്ണത്തിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റു പല കാര്യങ്ങളിലും. പക്ഷേ ഗുണമേന്മയുടെ കാര്യത്തിൽ ഇറാന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇറാന്റെ ആയുധങ്ങളുടെയും വാഹനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും വിമാനങ്ങളുടെയും ഒക്കെ ഗുണമേന്മയും കാലോചിതമായ പരിഷ്കാരങ്ങളും എല്ലാം തന്നെ ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അതിന് പ്രധാന കാരണമായി പറയപ്പെടുന്നത് ഉപരോധമാണ്. ദീർഘകാലമായി നിലനിൽക്കുന്ന ഉപരോധമാണ്. ഇറാൻ ആണവ കരാറിനെ തുടർന്നുണ്ടായ ആഗോള സമൂഹത്തിന്റെ, പ്രത്യേകിച്ചും പാശ്ചാത്യ ലോകത്തിന്റെ ഉപരോധം കാരണം ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾക്ക് ലഭിക്കേണ്ട സ്പെയർ പാർട്ടുകൾ സമയാസമയങ്ങൾ ലഭിക്കാത്തതും അറ്റകുറ്റപ്പണി നടത്താത്തതും എല്ലാം തന്നെ അതിന് കാരണമായി കാണാവുന്നതാണ്. അത് മാത്രമല്ല, ഇത്രയും പ്രക്ഷുബ്ധമായ കാലാവസ്ഥ ഉണ്ടായിരിക്കെ ഒരു ഡാം ഉദ്ഘാടനത്തിന് ശേഷം, അണക്കെട്ടിന്റെ ഉദ്ഘാടനത്തിന് ശേഷം ആ ഭാഗത്ത് നിന്ന് വഴിതിരിച്ചു വിടുന്നതിലെ എന്തുകൊണ്ട് റൂട്ട് ഓഫീസേഴ്സ് എന്തുകൊണ്ട് വേണ്ട ശ്രദ്ധ പുലർത്തിയില്ല എന്ന ചോദ്യവും അവിടെ ഉന്നയിക്കുന്ന സ്വാഭാവികമായിട്ട് ഉന്നയിക്കാൻ. ഇതെല്ലാം ഉന്നയിക്കുന്ന പശ്ചാത്തലം എന്ന് പറയുന്നത് ഇറാൻ ഇന്ന് ഒരു അപ്രഖ്യാപിത യുദ്ധത്തിലാണ് കടന്നു പോകുന്നത്. ഒരു വശത്തെ ഇസ്രായേലിനെ സഹായിക്കുന്ന പാശ്ചാത്യ അത് സാർ കേൾക്കുന്നുണ്ടോ? റേഞ്ചിന്റെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. സാർ കേൾക്കാമോ? സാറിലേക്ക് തന്നെ വരാമെന്ന് കരുതുന്നു. ജുഡീഷ്യറിയുടെ തലവനായിരിക്കെ, ഇറാൻ ജുഡീഷ്യറി തലവനായിരിക്കെ 2021 ഇദ്ദേഹം ഇറാൻ പ്രസിഡന്റ് ആകുന്നത്, റൈസി ഇറാൻ പ്രസിഡന്റ് ആകുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ്, അവിടുത്തെ പരമോന്നതാവായ ഇറാന്റെ അവസാന വാക്കായ അയത്തുള്ള അലി ഖമനിയുടെ വത്സല ശിഷ്യൻ കൂടിയാണ് ഇദ്ദേഹമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒപ്പം ഈ അയത്തുള്ള ഖൊമേനിക്ക് 88 വയസ്സ്, റിട്ടയർമെന്റിലേക്ക് കാര്യങ്ങൾ പോകുന്ന പശ്ചാത്തലം, ഒഴിയും എന്നുള്ള സൂചനകൾ വന്നപ്പോൾ ഒരുപക്ഷെ ഖൊമേനിയുടെ പിൻഗാമിയാകും എന്നുപോലും കരുതപ്പെട്ടിരുന്ന ഒരാളാണ് ഇബ്രാഹിം റൈസി എന്നുകൂടി മനസ്സിലാക്കണം പ്രേക്ഷകർ. അത്തരത്തിൽ കരുത്തുറ്റ ഒരു നേതാവായി ഈ സമീപകാലത്തുണ്ടായ വിവിധ തെരഞ്ഞെടുപ്പുകളിൽ ഇദ്ദേഹത്തിന്റെ കക്ഷി വലിയ വിജയം കൂടി നേടിയത് കൂടി ചേർത്ത് വായിക്കണം. അങ്ങനെ ഇറാനിൽ ഒരു ശക്തനായ നേതാവായി വളർന്നു വന്ന ഇബ്രാഹിം റൈസിയാണ് ഇങ്ങനെ ഒരു വിമാനാപകടത്തിൽ, ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുന്നത് എന്നുള്ളത് ഏറെ ദുഃഖകരമായ ഒരു സംഗതിയാണ്. ആണവ വിഷയത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം നേരിടുന്ന ഇറാനെ ഈ ഹെലികോപ്റ്ററുകൾ പുതിയത് വാങ്ങുന്നതിനും അവയെ അറ്റകുറ്റപ്പണിക്കുള്ള ഭാഗങ്ങൾ സംഘടിപ്പിക്കുന്നതിനുമൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു രാജ്യമാണ്. ഇറാൻ സൈന്യത്തിന്റെ പക്കലുള്ള പല ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും കാലഹരണപ്പെട്ടതാണ് എന്നുള്ള കൃത്യമായ റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഗാസ യുദ്ധം മൂലം കലുഷിതമായ പ്രദേശമാണ് മധ്യപൂർവ്വദേശ മേഖല എന്ന് പ്രേക്ഷകർക്കറിയാം. അവിടുത്തെ പ്രധാന ശക്തിയായ ഇറാന് ഇസ്രായേലിനെതിരെ പോരാടുന്ന ഗാസയിലെ ഹമാസിനും ലബനിലെ ഹിസ്ബുള്ളയ്ക്കും ശക്തമായ പിന്തുണ നൽകുന്നത് കൂടി ചേർത്ത് വായിക്കണം. ശ്രീ മോഹൻ വർഗീസ്, താങ്കൾ പറഞ്ഞത് ഒന്ന് പൂർത്തീകരിക്കാം. ഞാൻ പൂർത്തിയാക്കിയത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ്. ഇറാൻ ഇപ്പോൾ ഒരു യുദ്ധത്തിന്റെ മധ്യത്തിലാണ്. അതായത് ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം. ആ യുദ്ധത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഹമാസ് ഇസ്രായേലിന്റെ നേരെ നടത്തിയ ആക്രമണവും ഇസ്രായേൽ നടത്തുന്ന പ്രത്യാക്രമണവുമാണ്. ഹമാസിനെ ആയുധം അണിയിച്ച് സഹായിക്കുന്നതിന്റെ മുഖ്യ പങ്ക് യഥാർത്ഥത്തിൽ ഇറാനാണ്. അത് മാത്രമല്ല, ആ മേഖലയാകെ തന്നെ കലുഷിതമാകുന്നതിനെ, പ്രത്യേകിച്ച് ചെങ്കടൽ മേഖല കലുഷിതമാകുന്നതിന്റെ പിന്നിൽ, അവിടെയുള്ള കപ്പൽ ഗതാഗതം ഉൾപ്പെടെ താറുമാറാകുന്നതിന്റെ പിന്നിൽ ഹൂത്തികളുടെ ആക്രമണമുണ്ട്. ഹൂത്തികളെ, യമനിൽ താവളമടിച്ചിരിക്കുന്ന ഒരു തീവ്ര വിഭാഗമായ ഹൂത്തികളെ സഹായിക്കുന്നതും ഇറാനാണ്. അത് മാത്രമല്ല, ലെബനനിലെ ഹിസ്ബുള്ള വിഭാഗത്തെ സഹായിക്കുന്നതും ഇറാനാണ്. അങ്ങനെ ഇസ്രായേലിന് ചുറ്റും ഇസ്രായേൽ വിരുദ്ധരായ, അമേരിക്ക വിരുദ്ധരായ
പോരാളികളെ അണിനിരത്തി, പ്രത്യേകിച്ചും ഷിയ വിഭാഗക്കാരായ പോരാളികളെ അണിനിരത്തി ഒരു വലിയ തോതിലുള്ള സംഘർഷം സൃഷ്ടിച്ചെടുക്കുന്ന ഒരു പ്രവണത ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഒരു പരിധിവരെ ആ യുദ്ധത്തിന് പ്രധാനമായും തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആത്മീയ നേതൃത്വമായ അയത്തുള്ള ഖുമൈനിയും ഫിസിക്കൽ ലീഡർഷിപ്പ്, അതായത് പ്രസിഡന്റ് എന്ന നിലയിൽ ഇബ്രാഹിം റൈസിയും ഒക്കെ തന്നെയാണ്. അപ്പൊ യുദ്ധസമയത്ത് ഒരു നേതാവിന്റെ വിടവാങ്ങൽ ഉണ്ടാക്കുന്ന ശൂന്യത ഇറാനെ സംബന്ധിച്ചിടത്തോളം തീവ്രമാണ്. അത് മാത്രമല്ല, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ പരമോന്നത നേതൃസ്ഥാനം ദീർഘകാലമായി അയത്തുള്ള അലി ഖമേനിക്കാണ്. അദ്ദേഹത്തിന്റെ ആ അധ്യക്ഷന്റെ കാലശേഷം ഒരുപക്ഷെ രാഷ്ട്രീയ ഭഗതയത്തിനോടൊപ്പം തന്നെ ആത്മീയ നേതൃത്വം ഏറ്റെടുക്കാൻ സാധ്യതയുള്ള ഒരു നേതാവായി കരുതപ്പെട്ടിരുന്ന ഒരാളാണ് ഇബ്രാഹിം റൈസി. അദ്ദേഹത്തെ അതനുസരിച്ച് ഗ്രൂം ചെയ്ത് കൊണ്ടുവരികയാണ്. 2021 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് 62% പൊതുജന പിന്തുണയോടുകൂടി അദ്ദേഹം ജനകീയനായി തന്നെയാണ് അധികാരത്തിലെത്തുന്നത്. ഒരു ജനാധിപത്യ സംവിധാനമാണല്ലോ ഇറാൻ റിപ്പബ്ലിക് ഓഫ് ഇറാൻ അല്ലെ പറയുന്നത്, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്നാണല്ലോ പറയുക. ആ റിപ്പബ്ലിക്കിന്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ജനകീയനായ നേതാവിനെ ഒരുപക്ഷെ ആ നേതാവിന്റെ വിയോഗം ഇറാനിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും അനുരണങ്ങളും പുതിയൊരു നേതാവിനെ വളർത്തിക്കൊണ്ടുവരാനും അത് ആത്മീയ നേതൃത്വത്തിന് കൂടി സ്വീകാര്യനായ ഒരാളാണ് ആയി വരാനും ഉള്ള ബുദ്ധിമുട്ടാണ്. നമ്മൾ മറ്റു രാജ്യങ്ങളെ, മറ്റു റിപ്പബ്ലിക്കുകളെ കാണുന്നത് പോലെ അല്ല ഇറാനെ കാണേണ്ടത്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഒരു ഇസ്ലാമിക ഭരണകൂടമാണ് അവിടെ നിലനിൽക്കുന്നത്. അതേസമയം രാജഭരണം ഉപേക്ഷിക്കുകയും റിപ്പബ്ലിക്കൻ ഭരണമാതൃക സ്വീകരിക്കുകയും ചെയ്ത രാജ്യമാണ് ഇറാൻ. അങ്ങനെ വരുമ്പോൾ ഈ ആത്മീയ നേതൃത്വത്തിന് അനഭിമതരായ ആളുകൾ ജനകീയ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരാവുന്ന ഒരു അന്തരീക്ഷമല്ല ഉള്ളത്. പക്ഷെ അവിടെ ജനകീയതയും ഒരു വലിയ വിഷയം തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ പ്രായവും, ഇദ്ദേഹത്തിന് ഇപ്പോൾ അനുകൂലമായ 1960 ജനിച്ച അദ്ദേഹത്തിന് ഇപ്പോൾ 64 വയസ്സ് പ്രായമായിരിക്കുന്നു. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഏറെക്കാലം ജീവിതം ബാക്കി ഉണ്ടായിരുന്ന ഇബ്രാഹിം റൈസി ഇപ്പോൾ ഇതുപോലെ ഒരു അപകടത്തിൽ കൊല്ലപ്പെടുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളാണ് ഇവിടെ ഉയരുക. കാരണം എന്തുകൊണ്ട് ഈ അപകടം മുൻകൂട്ടി കാണാൻ ഇതുപോലെ കാലാവസ്ഥാ വ്യതിയാനമുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വളരെ ദുർഘടമായ മലനിരകളും വനമേഖലയും ഒക്കെ ഉള്ളതും കടുത്ത മൂടൽമഞ്ഞുള്ളതുമായ കാലാവസ്ഥ മുൻകൂട്ടി കാണാൻ റഡാറുകൾക്ക് കഴിഞ്ഞില്ലേ? കാലാവസ്ഥ ഫോർകാസ്റ്റ് സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ലേ? അത് അത്രയും അവഗണിച്ചുകൊണ്ട് ഇതുപോലെയുള്ള തന്ത്രപ്രധാനമായ നേതാക്കളെ ആ ഭാഗത്തുകൂടി വിമാനത്തിൽ കടത്തിവിടുന്നത് സുരക്ഷിതമാണോ? അതോ ഇതിന് പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചന എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നോ? വെതർ ഫോർകാസ്റ്റിനെ കുറിച്ച് ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തെങ്കിലും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നോ? അത് കാരണം ഒരുപക്ഷെ ഇതൊക്കെ ഇറാന്റെ ആഭ്യന്തര അന്വേഷണത്തിൽ തെളിയേണ്ട കാര്യങ്ങളല്ലേ? ഇറാൻ നമുക്കറിയാം മറ്റു രാജ്യങ്ങളുമായൊന്നും വലിയ ബന്ധം പുലർത്താത്ത ഒരു രാജ്യമാണ്. പുറത്തു നിന്ന് എന്തെങ്കിലും ഭീഷണികളോ അട്ടിമറികളോ ഉണ്ടെങ്കിൽ മാത്രമേ ഒരുപക്ഷെ അവർ പുറത്തുവിടാൻ സാധ്യതയുള്ളൂ. ഇദ്ദേഹം കഴിഞ്ഞാൽ പിന്നെ ഇബ്രാഹിം റൈസി കഴിഞ്ഞാൽ പിന്നെ അവിടെ ശക്തനായ നേതാവ് ആരാണ് എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരം ഇന്റേണലിയും സംഭവിക്കാനുള്ള സാഹചര്യം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർ അവിടെ തന്നെ അത് ഒതുക്കാനല്ലേ ഒരുങ്ങുക? ഈ പുറം ലോകം ഇതേക്കുറിച്ച് അഭ്യൂഹങ്ങളിൽ പരക്കുന്നത് ഇറാൻ അത്ര ഗുണകരമല്ല. കാരണം ഒരു വലിയ അയൺ കർട്ടൻ ഉള്ളിൽ തന്നെയാണ്. റഷ്യയെ പോലെയോ ചൈനയെ പോലെയോ തന്നെ ഒരു അയൺ കർട്ടൻ, ഇരുമ്പ് മറയ്ക്കുള്ളിലാണ് ഇറാന്റെ പൊതുജീവിതം. ഇറാൻ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് യഥാർത്ഥത്തിൽ പുറം ലോകം അറിയുന്നത് പലപ്പോഴും ഊഹാപോഹങ്ങളിലൂടെയാണ്. അതുകൊണ്ട് ഈ കാരണവും ഇതിനെക്കുറിച്ചുള്ള ആഭ്യന്തരമായി നടത്തുന്ന അന്വേഷണവും അത് ഏത് ദിശയിലാണ് നീങ്ങുന്നത്, അതിന് നിഗമനങ്ങൾ എന്താണ് മുതലായ കാര്യങ്ങൾ പുറം ലോകം അറിയുന്നത് വളരെ വൈകിയായിരിക്കും. അല്ലെങ്കിൽ തന്നെ അത് യഥാർത്ഥ ചിത്രം ഒരുപക്ഷെ പുറം ലോകത്തിന് ലഭിച്ചുകൊള്ളുന്നില്ല. പക്ഷെ തീർച്ചയായും അമേരിക്കയുടെ കണ്ണിലെ വലിയൊരു കരടാണല്ലോ ഏറെക്കാലമായി. 1979 ശേഷം അമേരിക്കയുമായി നിതാന്ത ശത്രുതയിലാണ് ഇറാൻ. ഏറെ സമയം അടുത്തു വരുന്നു എന്ന് തോന്നുമ്പോഴൊക്കെയും എന്തെങ്കിലും കാരണത്താൽ മാറിപ്പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് അറബി ലോകവും ഇതര ഇസ്ലാമിക ലോകവും തമ്മിലുള്ള സമവാക്യങ്ങളിൽ ഇറാന്റെ പങ്ക് അവിടെ വലുതാണ്. മധ്യപൂർവ്വ പ്രദേശത്ത് ഇറാന്റെ പങ്ക് വലുതാണ്. അതുകൊണ്ട് ഇറാനിൽ സംഭവിക്കുന്ന ഓരോ ചലനവും ഓരോ രാഷ്ട്രീയ നീക്കവും ഇതുപോലെയുള്ള അപകടങ്ങളും ശൂന്യതയും എല്ലാം തന്നെ പാശ്ചാത്യ ലോകം കൗതുകത്തോടെ കാണുന്ന കാഴ്ചയുമാണ്. അതുകൊണ്ട് CIA ഉൾപ്പെടെയുള്ള ഏജൻസികൾ വളരെയധികം ഉണർന്ന് കാണുകയും ഇതിന്റെ കാരണങ്ങൾ കണ്ടെത്താനായി അവിടുത്തെ ശ്രമം ഉണ്ടാകും. അത് മാത്രമല്ല ഇസ്രയേലിന് വലിയ താല്പര്യമുള്ള കാര്യമാണ്. ഇറാനിൽ നിന്നുള്ള ഭീഷണി നിലച്ചു കഴിഞ്ഞാൽ ഇസ്രയേലിന് വളരെയധികം മേൽക്കൈ ലഭിക്കും ആ മേഖലയിൽ. അതുകൊണ്ട് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ് അവിടെ സംഭവിച്ചത് എന്ന് നോക്കിക്കാണേണ്ടത് ആവശ്യമാണ്. ഇനി ഈ അമേരിക്കയുടെ ഇസ്രയേലിന്റെ എന്തെങ്കിലും പ്രത്യേകമായ ഒരു പദ്ധതിയുടെ ഭാഗമായി സംഭവിച്ച ഒരു ആസൂത്രിതമായ ഒരു അപകടമാണോ ഇത് എന്ന രീതിയിൽ ഒരുപക്ഷെ ഊഹാപോഹം